നമ്മുടെ മഹാദേവന്റെ ലീലകൾക്ക് അതിരുകളില്ല. തന്റെ പ്രിയപ്പെട്ടവളായ മാതാ പാർവതിയെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി ഭഗവാൻ നടത്തിയ സ്നേഹത്തിന്റെയും ശക്തിയുടെയും മനോഹരമായ ഒരു കഥയാണിത്. ഒരിക്കലൊരു പുണ്യ നദിയുടെ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ പതിവ് പോലെ മീൻ പിടിക്കാൻ വലയെറിഞ്ഞു. സാധാരണ മീനുകളെല്ലാം വലയിൽ കുടുങ്ങി. എന്നാൽ അവർക്കിടയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു അത്ഭുത മത്സ്യം. ആ മത്സ്യം അത്രയും വലുതും ശക്തിയുള്ളതും തന്ത്രശാലിയുമായിരുന്നു. എത്ര വലയെറിഞ്ഞാലും ആ ശക്തൻ വല ഭേദിച്ച് വെള്ളത്തിലേക്ക് തന്നെ തിരികെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കണ്ട് മാതാ പാർവതിയുടെ പിതാവ് ഒരു കഠിനമായ പ്രഖ്യാപനം നടത്തി. ഈ അത്ഭുത മത്സ്യത്തെ പിടിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവർക്കെന്റെ മകളായ പാർവതിയെ ഞാൻ വിവാഹം കഴിച്ചു നൽകും. നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായവരും ബുദ്ധിശാലികളുമായ മത്സ്യത്തൊഴിലാളികൾ പോലും ആ ദിവ്യ മത്സ്യത്തിന് മുന്നിൽ തോറ്റ് തലകുനിച്ചു. ആ സമയത്താണ് നമ്മുടെ മഹാദേവൻ അവിടെ എത്തിയത്. ആരും തിരിച്ചറിയാത്ത വിധം അദ്ദേഹം ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയുടെ രൂപം സ്വീകരിച്ചു. കീറിയ വസ്ത്രങ്ങളും ശാന്തമായ ഭാവവുമായി അദ്ദേഹം നദിക്കരയിൽ നിന്നു. കളിയാക്കുന്ന ചിരികൾക്കിടയിൽ ഭഗവാൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ ഈ മത്സ്യത്തെ പിടിക്കാൻ തയ്യാറാണ്. മറ്റു മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ വലിയ വിദഗ്ധർ പോലും തോറ്റയെടുത്ത് ഈ അപരിചിതന് എന്ത് ചെയ്യാൻ സാധിക്കും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞു. എന്നാൽ നമ്മുടെ മഹാദേവൻ ആരെയും ശ്രദ്ധിച്ചില്ല. ഭയമില്ലാതെ അദ്ദേഹം നദിയിലേക്ക് ഇറങ്ങി. ഒരു വലയുടെയും ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന്. വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ ഭഗവാൻ ശിവൻ ആ ശക്തനായ മത്സ്യത്തെ കൈകളിൽ പിടിച്ച് കരയിലെത്തിച്ചു. ജനക്കൂട്ടം ആ കാഴ്ച അത്ഭുതത്തോടെ നോക്കി നിന്നു. ഈ സംഭവം ഒരു സാധാരണ മീൻപിടുത്തമായിരുന്നില്ല, മഹാദേവന്റെ ദിവ്യമായ ലീലയായിരുന്നു. യഥാർത്ഥത്തിൽ ആ ശക്തനായ മത്സ്യവും ഈ കഠിനമായ വെല്ലുവിളിയും മറ്റാരുടേതുമായിരുന്നില്ല. അത് സാക്ഷാൽ മഹാദേവന്റെ തന്നെ പദ്ധതിയായിരുന്നു. മാതാ പാർവതിയെ തന്റെ നിത്യപത്നിയായി വീണ്ടും സ്വീകരിക്കാനും തങ്ങളുടെ ബന്ധം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും വേണ്ടിയുള്ള ഭഗവാന്റെ ദിവ്യ നാടകമായിരുന്നു അത്. അങ്ങനെ മത്സ്യത്തൊഴിലാളിയുടെ രൂപത്തിൽ വന്ന മഹാദേവൻ തന്റെ സ്നേഹബന്ധത്തിന്റെ ശക്തി തെളിയിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ദേവി പാർവതിയുമായി വീണ്ടും ഒന്നിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാന്റെ ലീലകൾ നമ്മുടെ സാധാരണ യുക്തിക്കും അപ്പുറമാണെന്നാണ്. സ്നേഹത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ദിവ്യ ശക്തിയുടെയും മനോഹരമായ ഒരു സന്ദേശമാണ് ഈ ശിവലീല നമുക്ക് നൽകുന്നത്. എങ്ങനെയാണ് മാതാ പാർവതി ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളായി ജനിച്ചത്? മഹാദേവൻ തന്നെയാണ് മാതാ പാർവതിക്ക് ഇങ്ങനെ ഒരു ശാപം നൽകിയത്. ആ ശാപവുമായി ബന്ധപ്പെട്ട കഥ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ കഥയുടെ പേര് ശിവന്റെ ശാപത്താൽ പാർവതി ദേവി. താഴെ ഞാൻ ലിങ്ക് നൽകുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം ഗൗരി ശങ്കരായ നമ എന്ന് ടൈപ്പ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം ഗൗരി ശങ്കരായ നമ.